എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. ബാക്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് അയച്ചു തന്ന ഫോട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ദുപ്പട്ടയാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടേ ഇല്ല, എനിക്ക് കുറച്ച് ലെങ്ത് കുറവായിരുന്നു, അതുകൊണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഫുൾ സ്ലീവ് കിട്ടുമോ അറിയില്ല, നമുക്ക് ചെയ്തു നോക്കാം. നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ, കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൽ കോളർ ചെയ്യാമെന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഫുൾ സ്ലീവ് വെച്ചിട്ട് ക്രോപ്പ് ടോപ്പ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ മെറ്റീരിയൽ എടുക്കണം. നല്ല വിടുത്തുള്ള ക്ലോത്ത് തന്നെ എടുക്കണം. ഒന്നര മീറ്ററിൽ കൂടുതൽ എടുത്താൽ അത്രയും നല്ലതാണ്. ബോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. മിനിമം 1.5 മീറ്റർ എങ്കിലും വേണം. ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ്, സീ ത്രൂ അല്ല. എന്നാലും ഞാൻ ഇതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്കിലെ പീസാണ്. അപ്പം ബാക്കിലേക്കുള്ള ലൈനിങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ചും കൂടി സീം അലവൻസ് ആയിട്ട് എടുക്കണം. അപ്പൊ ഞാനിവിടെ 18 ഇഞ്ചാണ് ടോപ്പിന് ലെങ്ത് ആയിട്ട് എടുത്തത്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 19 ഇഞ്ച് ലെങ്ത്തിലും നമ്മൾ സാധാരണ നോർമൽ നമ്മൾ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള വിടുത്ത് എന്ന് വെച്ചാൽ ആ വിടുത്തിനനുസരിച്ചിട്ടാണ് മടക്കിയിട്ടത്. നോർമൽ വിടുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ്, അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. കാരണം ബാക്കിലേക്ക് നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രണ്ടിലേക്കാണ് എക്സ്ട്രാ ക്ലോത്തിന്റെ ആവശ്യം. അപ്പൊ നമുക്കിതൊന്ന് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ബാക്കിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്, അതായത് ബാക്കിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലുള്ള പീസ് ഇതേപോലെ 2 ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫോൾഡഡ് ആയിട്ടാണ് മടക്കിയിടുക. ഇത് നമ്മൾ ഓപ്പണിംഗ് ബാക്കിൽ കൊടുക്കുന്നത് കൊണ്ട് 2 ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ് വെച്ചിരിക്കുന്നത്. അതായത് 2 ഭാഗവും ഓപ്പണിംഗ് ആയിട്ടാണ് ഈ പീസ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സൈഡിൽ, അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ 1/4 ഇഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ആണ് 1/4 ഇഞ്ച്. അപ്പൊ നിങ്ങൾക്ക് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ കുഴപ്പമില്ല. കാരണം ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഇഞ്ചിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇതേപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. അതായത് നമ്മൾ ഈ 1/4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലൈൻ കഴിഞ്ഞിട്ട് 7 ഇഞ്ചാണ് ഷോൾഡർ, 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് ആം ഹോള്, 7 ഇഞ്ച് ആം ഹോളിന്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്. അതിന്റെ ഒപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തുള്ള വണ്ണം 9 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള മാർക്കിംഗ് തന്നെയാണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സൈഡിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് ആംഗിൾ ആയിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത്. നിങ്ങൾ കൈ വെച്ചിട്ട് ആം ഹോൾ വരച്ചാൽ മതി കേട്ടോ. അതേപോലെ നമ്മൾ ബാക്കിൽ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. നെക്ക് ചെയ്യുന്നില്ല, നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെക്ക് ചെയ്യാത്തത് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ക്ലോത്ത് എടുക്കാം. ഫ്രണ്ടിലേക്കുള്ള ക്ലോത്ത് എടുക്കുന്ന സമയത്ത് വീതിയുള്ള ക്ലോത്ത് എടുത്തിട്ട് അതിനെ മടക്കിയിടുകയാണ് വേണ്ടത്. ഫോൾഡഡ് ആയിട്ടാണ് വേണ്ടത്. ബാക്കിൽ ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ബാക്കിൽ നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള പീസ് എടുത്തത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വ്യത്യാസം വരുന്നത് എത്രയാന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ എത്രയാണോ വിഡ്ത്ത് എടുത്തതെന്ന് വെച്ചാൽ ആ വിഡ്ത്തിനേക്കാളും കുറച്ച് അധികം എടുക്കണം നമ്മൾ ഫ്രണ്ടിലേക്ക് മടക്കിയിടുന്ന സമയത്ത്. കാരണം ഫ്രണ്ടിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ക്ലോത്ത് അധികം ആവശ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് അധികം ക്ലോത്ത് എക്സ്ട്രാ എടുക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻ നമ്മുടെ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് 1/4 ഇഞ്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഈ 1/4 ഇഞ്ച് എക്സ്ട്രാ ആണല്ലോ. അപ്പൊ അതങ്ങനെ വെച്ചിട്ട് ബാക്കി നമ്മുടെ അളവുകളൊക്കെ നമ്മുടെ ഈ ഫ്രണ്ടിലെ പീസിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളെ ചെസ്റ്റ് പോർഷന്റെ ഭാഗത്തായിട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ സീം അലവൻസ് ആഡ് ചെയ്യുക. കാരണം ഓൾറെഡി നമ്മൾ നമ്മുടെ ബാക്ക് പീസിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെയും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ചെസ്റ്റ് പോർഷന്റെ ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ബോട്ടം സൈഡിൽ നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്.
അതെന്തിനാണ് അങ്ങനെ അത്രയും ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സെന്ററിൽ കട്ട് ചെയ്യും. സെന്ററിൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളവ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എക്സ്ട്രാ മാർക്ക് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ഇരിക്കുന്ന ആം ഹോള് നമ്മുടെ ബാക്കിലെ ആം ഹോളാണ്. അത് നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ ആക്കണം. അതായത് ഇപ്പൊ ഇരിക്കുന്ന ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ചിട്ട് വരച്ചാൽ ഫ്രണ്ടിലെ ആം ഹോൾ ആവും. ഇനി ഷോൾഡർ ലൈനിൽ നിന്ന് നേരെ താഴോട്ടേക്ക് പോയിന്റിലേക്കുള്ള അളവ് എടുക്കുക. അതിനോടൊപ്പം 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കേസിൽ 10 ഇഞ്ചാണ്. അത് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് നമ്മൾ നമ്മുടെ 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. കാരണം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ക്ലോത്ത് ഇട്ടത്. അപ്പൊ അതുകൊണ്ട് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതിന്റെ കൂടെയും 0.5 സീം അലവൻസ് ആയിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അപ്പൊ എന്റെ കേസിൽ 3.5 ആണ് കിട്ടുന്നത്. ആ 3.5 ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ താഴോട്ടേക്ക്, അതായത് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിലേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അത് എന്റെ കേസിൽ, നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ അളവാണ് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പൊ വരച്ചിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ 28 to 32 ഒക്കെ ബ്രസ്റ്റ് സൈസുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയോ. അല്ലാത്ത ആൾക്കാർക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ചരിച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമ്മൾ ഇതേപോലെ ചരിച്ച് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിന്റെ ഭാഗം മാർക്ക് ചെയ്യണം. ആം ഹോളിന്റെ ഭാഗം മാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോൾ ആണ് കേട്ടോ, ബാക്കിലെ ആം ഹോൾ അല്ല. ഫ്രണ്ടിലെ ആം ഹോൾ എത്രയാന്ന് വെച്ചാൽ ടേപ്പ് വെച്ചിട്ട് അതേപോലെ മെഷർ ചെയ്യുക. എന്നിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചരിച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. പക്ഷെ ഞാൻ കുറെ പ്രാവശ്യം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് ഇറക്കി വരയ്ക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇറക്കി വരയ്ക്കുന്നുണ്ട്. കാരണം 2 മെത്തേഡും ഒന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി പൊങ്ങിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു കോർണർ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. കർവ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ലൈനിന്റെ 2 സൈഡിലായിട്ട് 4 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്നും കൂടി ഈ ലൈനിലേക്ക് യോജിപ്പിക്കുന്ന രീതിയിൽ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ആം ഹോളിന്റെ ഭാഗത്ത് ഒളിവുകൾ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വരച്ച ലൈന് കുറച്ച് താന്നിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ലൈൻ ഒന്നും കൂടി പൊക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഒരു ഷേപ്പ്, ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. വരച്ച അളവ് പ്രകാരം ആദ്യം നമുക്ക് ഔട്ടറിൽ നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യാം. എന്നിട്ട് ഇന്നറിൽ നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ഇഞ്ച് താഴ്ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പീസ് നമ്മൾ ഒഴിവാക്കും. അപ്പൊ അതിനും കൂടി കൂട്ടിയിട്ടാണ്, അതായത് 1.5 ഇഞ്ചിന്റെ കൂടെ പിന്നെ നമുക്ക് തയ്ക്കാനുള്ള സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളോട് എക്സ്ട്രാ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ആ 2.5 ഇഞ്ച് എങ്ങനെയാ വന്നതെന്ന് കൺഫ്യൂഷൻ വേണ്ട. ഈ 1.5 ഇഞ്ച് നമുക്ക് കവർ ചെയ്യണം. അതിന്റെ ഒപ്പം സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതേപോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എനിക്ക് എന്തായാലും ഫുൾ സ്ലീവിന് ക്ലോത്ത് ഇല്ല. അപ്പൊ ഹാഫ് സ്ലീവിനാണ് ക്ലോത്ത് ഉള്ളത്. അപ്പൊ ഞാൻ ഹാഫ് സ്ലീവ് ആണ് ഇതിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് ഫുൾ സ്ലീവ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ. സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പൊ 13 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം കേട്ടോ. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിലും 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും കൂടി യോജിപ്പിച്ചിട്ട് നമ്മളൊന്ന് ആംഗിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് പൊക്കിയിട്ടും താഴെ ഒരു 1/2 ഇഞ്ച് താത്തിയും വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആം ഹോൾ കിട്ടും കേട്ടോ. എന്നിട്ട് താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. സൈഡ് വശം യോജിപ്പിച്ചിട്ട് വരയ്ക്കുക. നമ്മൾ വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യുക. സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫ്രണ്ടിലെ ആം ഹോള് വേറെ തന്നെ കുഴിച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലെ ആം ഹോള് വേറെ തന്നെ കുഴിച്ച് വരയ്ക്കാം. അതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്കുള്ള നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാ കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇതുപോലൊരു കോളം, അതായത് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ആലിലന്റെ ഷേപ്പുള്ള ഒരു നെക്കാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് നെക്കാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരയ്ക്കാം. നമ്മൾ ഇതേപോലെ ഒരു ആലിലന്റെ ഷേപ്പുള്ള നെക്കാണ് വരയ്ക്കുന്നത്. നമുക്ക് തന്ന റെഫറൻസ് പിക്കിൽ അങ്ങനെയാണുള്ളത്, അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മുടെ ലെങ്ത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു പോയിന്റഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ബാക്കി ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഞാൻ കുറച്ച് അതായത് നമ്മൾ വരച്ചിട്ടുള്ള ബോക്സിന്റെ കുറച്ച് പുറത്തേക്കായിട്ടാണ് വരച്ചത്. അതായത് കുറച്ചും കൂടി ഒന്ന് വൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ വരയ്ക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നിങ്ങളുടെ ഐഡിയ പ്രകാരം ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഡാർക്ക് ആയിട്ട് വരയ്ക്കേണ്ട, ആദ്യം തന്നെ വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാലോ ഏകദേശം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഷേപ്പിനനുസരിച്ചിട്ട് ഇതേപോലെ വരയ്ക്കുക. എക്സ്ട്രാ ക്ലോത്ത് വെക്കുക. സെന്ററിലും ഇതേപോലെ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. സെന്ററിൽ എന്തിനാ ഈ ക്ലോത്ത് വെക്കാൻ വേണ്ടി പറയണേ, സോറി ക്ലോത്ത് അല്ല ക്യാൻവാസ്. ഈ ക്യാൻവാസ് വെക്കാൻ വേണ്ടി പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സെന്റർ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറിച്ച അളവ് പ്രകാരം ആദ്യം ഔട്ടർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്നർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, സെന്ററിലും അതുപോലെ തന്നെ കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിലെ നെക്കിലേക്ക് വരാം. ബാക്കിൽ സെയിം നെക്കാണ് കൊടുക്കുന്നത്, കുറച്ചും കൂടി ഇറക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 10 ഇഞ്ചാണ് ഞാൻ ക്യാൻവാസ് പേപ്പറിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 2 മടക്കി കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. അതിൽ ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു നെക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിൽ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ആ നെക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇതേപോലെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ചാണ് നെക്കിന് ഇറക്കം എന്ന് പറഞ്ഞു. 9 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. നേരത്തെ വരച്ച സെയിം നെക്ക് തന്നെ കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് വരയ്ക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നെക്ക് അല്ല വേണ്ടത്, നിങ്ങൾക്ക് ഒരു വി നെക്ക്, അതായത് ഒരു റൗണ്ട് വി നെക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ കുട്ടിയാളെ ബ്ലൗസിൽ, അതായത് ഇത് സെയിം ഇതേപോലെ തന്നെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഓണത്തിനൊരു ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൈഡ് ആയിട്ടുള്ള ടെയിൽ ബോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ അളവാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ആളുകളുടെ അളവാക്കിയിട്ട് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്ക് സൈഡിൽ ടെയിൽ മോഡലിൽ വരുന്ന ബോ എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഷോർട്ട് വീഡിയോസ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബോ കിട്ടും കേട്ടോ. ഫ്രണ്ടിലെ നെക്കും ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ ബാക്കിലെ നെക്കും ചെയ്തു. പക്ഷെ ബാക്കിലെ നെക്കിന് നമ്മൾ സെന്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാക്കിലെ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ സെന്റർ കട്ട് ചെയ്തിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാൻ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ ബാക്കിലെ പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ബാക്കിലെ പീസിന് നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈൻ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നെക്ക് വിഡ്ത്ത് ആയിട്ടുള്ള 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നല്ല ക്ലോത്തിന്റെ നല്ല വശമാണ്, അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. ഈ ലൈനിങ്ങിൽ നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നെക്ക് വിഡ്ത്ത് ആയിട്ടുള്ള 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് ആ നെക്ക് വിഡ്ത്ത്, അതായത് ഇതിന്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ അയൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ലെങ്ത് ഉള്ള നെക്കാണ്, അതുകൊണ്ട് തന്നെ ചുളിവുകൾ വീഴാൻ ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത കറക്റ്റ് പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്ത ആ പീസ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും കറക്റ്റ് സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ ഈ 1/4 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഭാഗത്ത് തന്നെ വന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ പിൻകുത്തി കൊടുക്കുക. പിൻകുത്തിയതിന് ശേഷം നമ്മുടെ നെക്ക്, അതായത് ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ 1/4 ഇഞ്ചിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1/4 ഇഞ്ചിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് മെല്ലെ പതിയെ ആ ക്യാൻവാസ് പേപ്പറിന്റെ സൈഡ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ചുളിവുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊന്ന് നിവർത്തിയെടുക്കുക. അതായത് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും നിവർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റിച്ച് ഒന്നും കൂടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഉള്ളോട്ടേക്ക് എടുക്കുക. നെക്കിന്റെ ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലാണ് ഹൂക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഹൂക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ 3 ഇഞ്ച് വിടുത്തുള്ള പീസും 2 ഇഞ്ച് വിടുത്തുള്ള പീസും വേണം.
അതായത് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്തെങ്കിലും സെയിം ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്താൽ അത്രയും നല്ലതാണ്. 2 ഭാഗത്തും സെയിം ക്ലോത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അതല്ല ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 1/4 ഇഞ്ച് വരെയാണ് നമ്മുടെ ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്നത്. 1/4 ഇഞ്ചിൽ ക്യാൻവാസ് പേപ്പർ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൂക്ക് കൊടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്. ഹൂക്ക് കൊടുക്കുന്നതിന് നമുക്ക് 2 ഇഞ്ച് വിഡ്ത്തുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ ഈ 2 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് ഇതേപോലെ നല്ല വശത്തിന്റെ മുകളിൽ ഈ പീസ് വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ നെക്കിന്റെ ഭാഗം എത്തുന്ന സമയത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തിനാ മുകൾ വശത്ത് 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 2 മടക്ക് മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്റ്റിച്ചിന് ഒരു ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള പീസ് ഇങ്ങനെ തുറന്നിരിക്കുകയല്ലേ. അപ്പൊ അതൊന്നും അവിടെ നിൽക്കാൻ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഇതേപോലെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്, അതായത് അതിന്റെ അടിഭാഗത്ത് വരുന്ന പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ അവിടെ നമ്മൾ 3 ഇഞ്ച് വിഡ്ത്താണ് എടുത്തത്. നേരത്തെ നമ്മൾ 2 ഇഞ്ച് വിഡ്ത്താണ്, ഇവിടെ നമ്മൾ 3 ഇഞ്ച് വിഡ്ത്താണ് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുന്നുണ്ട്. നെക്കിന്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്ത സെയിം തന്നെയാണ്. ഇവിടെ മാറ്റം എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ചെയ്തത്. ഇവിടെ നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്യാന്നുള്ളത് മാത്രം. ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് രണ്ടാമത്തെ മടക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുക. അപ്പൊ പുറത്തേക്ക് കാണുന്ന രീതിയിൽ, അതായത് ഒരു 1 ഇഞ്ചിന്റെ വിഡ്ത്തിൽ പുറത്തേക്ക് ക്ലോത്ത് കാണുന്ന രീതിയിലാണ് ഈ ഒരു പീസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഹൂക്ക് ഇടുന്ന പോലെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നെക്കിന്റെ ഷേപ്പിന് ഒരു വേരിയേഷനും വന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽ തുമ്പായിട്ട് നമ്മൾ ആദ്യമേ മാറ്റി മാർക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നെക്ക് വന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നെക്ക് വരില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ഇതുപോലുള്ള നെക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇനി ഫ്രണ്ടിലെ പീസിൽ നെക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല ക്ലോത്ത് അതിന്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ടുണ്ട്. സെന്റർ ടു സെന്റർ ആണല്ലോ ഉറപ്പ് വരുത്തണം. കാരണം നേരത്തെ നമ്മൾ ചെയ്തതുപോലെയല്ല, ഇവിടെ നമ്മൾ സെന്റർ ടു സെന്റർ ആണ് ചെയ്യേണ്ടത്. ഇതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെക്ക്, അതായത് നെക്ക് ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പറും വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ക്യാൻവാസ് പേപ്പറിലുള്ള നെക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ വരച്ചിട്ടുള്ള നെക്കിന്റെ സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ മെല്ലെ ചുളിവുകൾ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെക്കുക, ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. ഇവിടെ നമ്മൾ ക്യാൻവാസ് പേപ്പർ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാൻവാസ് പേപ്പറിൽ സെന്ററിൽ ആയിട്ടായിരിക്കും വരിക. അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു അഭംഗിയാണ്. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിൽ 2 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ക്ലോത്തും അതിന്റെ തൊട്ട് താഴെ ആയിട്ട് ലൈനിങ്ങും വെച്ചിട്ട് എല്ലാ വശങ്ങളും ഞാൻ ഇതേപോലെ സൈഡിലൂടെ ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെന്ററിലുള്ള പീസും ഞാൻ സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റ് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. ഏത് സൈഡാണോ എന്ന് നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം വരെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എങ്ങനെയാണോ ക്ലോത്തിന്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ പതിയെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോക്ക് സ്പീഡ് കൂടുന്നതുകൊണ്ട്, അതായത് ലെങ്ത് കൂടുന്നതുകൊണ്ട് സ്പീഡ് കൂട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടി കയറി അങ്ങ് സ്റ്റിച്ച് ചെയ്യരുത്. വളരെ മെല്ലെ പതിയെ സമയം എടുത്തിട്ട് ചുളിവുകൾ ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യാട്ടോ എപ്പോഴും. അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യുന്നത് നല്ലതാണ്.
ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെന്ററിലും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ഇങ്ങനെ നിവർത്തിയിട്ട് ആ 2 സ്റ്റിച്ചിന്റെയും ഇടയിലൂടെ, അതായത് സെന്ററിലൂടെ വരുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷീൽ സ്റ്റിച്ച് കൊടുത്താൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സൈഡ് കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിന്റെ ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ക്ലോത്ത്, സീം അലവൻസ് വരുന്ന ആ ഒരു ക്ലോത്ത്, ആ ഭാഗം സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് അതിന് രണ്ടിന്റെയും കറക്റ്റ് സെന്ററിലായിട്ട് നമ്മളിങ്ങനെ വിടർത്തി കൊടുക്കുക. വിടർത്തി കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് സെന്ററിലായിട്ട് സ്റ്റിച്ച് വരും. ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിന്റെ സെന്ററിലായിട്ട് നമ്മുടെ സ്ലീവിന്റെ സെന്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സെന്റർ ടു സെന്റർ തന്നെ വെക്കുക. നല്ല വശത്തിന് മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്ലീവിന്റെ സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, കാരണം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് ഇതേപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് താഴ്ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഫ്രണ്ടിലെ ഭാഗമാണ്, ഫ്രണ്ടിലെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിവർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതല്ല ഹെമ്മിങ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 2 മടക്കാക്കിയിട്ട് മടക്കിയിട്ട് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ, അതായത് നമ്മൾ ആദ്യം തന്നെ ലെങ്ത് എടുത്ത സമയത്ത് 1 ഇഞ്ചാണ് സീം അലവൻസ് എടുത്തത്. അപ്പൊ താഴ്ഭാഗം നിങ്ങൾ 2 മടക്കാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് സീം അലവൻസ് എടുത്ത സ്ഥലത്ത് 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിലും ചെയ്യാം. ബാക്കിൽ ചെയ്യുന്ന സമയത്ത് 2 പീസായിട്ട് ചെയ്യണം. ഫ്രണ്ടിൽ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്താൽ മതി. ബാക്കിൽ 2 പീസായിട്ട് ചെയ്യണം. അപ്പൊ അതും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക. പിന്നെ സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ ബാക്കിൽ ഹൂക്കും കൂടി കൊടുത്തെടുക്കുക കേട്ടോ. ബോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. കാരണം നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്കിൽ ബോ ഉണ്ടായിരുന്നു. അപ്പോൾ ബോവും കൂടി നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് ടെയിൽ ബോ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. സ്കേർട്ടിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. കോട്ടന്റെ മെറ്റീരിയൽ തന്നെ എടുക്കുക, കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.